ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കോളിഫ്ലവറിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കറുകപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ് ഇത് ഇത്രയും ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അത് കഴിഞ്ഞ് ഇച്ചിരി ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കണം ഇച്ചിരി സമയം. എന്നിട്ട് അതിലേക്ക് 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞാണ്. ഞാൻ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് ഇങ്ങനെ ബ്രൗൺ കളറാകുന്ന വരെ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 സ്പൂൺ ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇളക്കുക. അതിന് പൊടികൾ 1/2 സ്പൂൺ മുളക് പൊടി, എരിവില്ലാത്തതാണ്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയായിട്ട് നന്നായിട്ട് ഇളക്കുക. അത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കണം. അത് കഴിഞ്ഞ് ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേക്ക് തക്കാളി ഞാൻ ഇച്ചിരി ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. 2 മീഡിയം ചെറിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. കൊച്ചായിട്ട് അരിഞ്ഞിട്ടാലും മതി, ഈ മിക്സിയിൽ അടിച്ചിട്ടാലും. പിന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി 1 ഗ്ലാസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് തിള വരുമ്പോഴത്തേക്ക് കോളിഫ്ലവർ 2 മിനിറ്റ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. 5 മിനിറ്റ് കൊണ്ട് അത് ഏകദേശം വെന്ത് കിട്ടും. എന്നിട്ട് കറിയൊക്കെ ഒന്നുകൂടെ കുറുകിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഇളക്കണം. ഒരു 2 പച്ചമുളക് കീറിയതാണ് ഇട്ട് കൊടുത്തത്. മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ